ഗോൾഡ് നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പം അടുത്താണ് അവർ ഒരു 9 മൈനിങ് കമ്പനികൾക്കുള്ള ലൈസൻസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നെ ഈ അറേബ്യൻ ഹൊറൈസൺ ഗ്രൂപ്പ് എന്തൊക്കെ ഇത്തരം അവസരങ്ങൾ ഉണ്ടാവും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ അതൊരു ബിസിനസ്സിനേക്കാളപ്പുറം ഒരു പാഷനാണ്. നമ്മൾ ഈ രാജ്യത്ത് 30 വർഷം നമ്മളെ ഒരു രാജ്യം കൊണ്ടുനടന്നതിന് നമുക്ക് തിരിച്ചെന്ത് കൊടുക്കും? ഒരു കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സത്യത്തിൽ ഒരു വിദേശ നിക്ഷേപകൻ, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ വരുമ്പോൾ അയാൾക്ക് എന്ത് വേണമെങ്കിലും ഏത് രീതിയിലുള്ള സപ്പോർട്ടും കൊടുക്കാൻ നമ്മൾ ലീഗലാണെങ്കിലും കമ്പനി ഫോർമേഷൻ ആണെങ്കിലും ബാക്കി കമ്പനി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർക്ക് സർവൈവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് ഫാക്ടറിയുള്ള ഒരു പ്രൊഡക്ഷനുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഫാക്ടറി വേണം, സ്ഥലങ്ങൾ വേണം. അത്തരം ഏതാണോ അവർക്ക് ആവശ്യമുള്ള സംഗതികൾ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്ലസ് എൻ്റെ അടുത്തൊരു നല്ല കോർപ്പറേറ്റ് ലോ ഫേമുകളും കൂടെ ഉള്ളതുകൊണ്ട് അതിന് ഉള്ള തിരിച്ചുള്ള സപ്പോർട്ടുകളും നടന്നുകൊണ്ടിരിക്കുക. ഈ നിങ്ങൾ ഇപ്പം ജിദ്ദ വലിയൊരു ആഹ്ലാദകരമായൊരു മുഹൂർത്തത്തിലായപ്പോൾ നമ്മളുള്ളത് ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സിൽ. അപ്പോൾ അതിൽ നിങ്ങളുടെ അംഗത്വം എന്തൊക്കെയാണ്? അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു രാജ്യത്തിനും നമ്മുടെ രാജ്യത്തിനൊക്കെ ഗുണം ചെയ്യുന്ന രൂപത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ? അതെ, അതൊരു 20 അംഗ കമ്മിറ്റിയിൽ ഒരു ഫോറിനർ എടുക്കുമ്പം അവരെന്നെ വിളിച്ചൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അത് അപ്രൂവൽ ആയതിനു ശേഷമുള്ള, കാരണം അത് റിയാദെന്ന് വരണം, മിനിസ്ട്രിയിൽ നിന്നുള്ള അപ്രൂവൽ ലെറ്റേഴ്സ്. അപ്പോൾ എൻ്റെ അടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ സംഗതി, നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്, നമുക്ക് എന്തൊക്കെയായിരിക്കും ആഡഡ് വാല്യൂ നിങ്ങൾ ഈ ജിദ്ദ ചേംബറിന് കൊടുക്കാൻ പോകുന്നുള്ളത്. നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ഒരു പ്രപ്പോസൽ എന്നുള്ള അർത്ഥത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ലോകത്തുള്ള വലിയ കമ്പനികളെ സൗദി അറേബ്യ കൊണ്ടുവരികയും അല്ലെങ്കിൽ അത് അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി നമ്മളിത് ചെയ്തതിൻ്റെ. അപ്പം ഇനി വരുന്നത് ഇപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് എക്സിബിഷനുകൾ സൗദി അറേബ്യ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഈ ജിദ്ദ റീജിയണിൽ തന്നെ കൊണ്ടുവന്ന് അത്രയും വലിയ എക്സിബിഷനുകൾ സംഘടിപ്പിക്കും. അത്രയും സൗദി അറേബ്യനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഫോറിൻ കമ്പനികളെ നമ്മൾ സൗദി അറേബ്യയിലേക്ക് കൊടുന്ന് അവർക്ക് വേണ്ട സപ്പോർട്ട് സർവീസസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വളരെ അടുത്ത് തന്നെ നമ്മളൊരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ എക്സിബിഷൻ വരാൻ പോകുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിലെ നമ്പർ 1 വേൾഡ് ക്ലാസ് ഒരു എക്സിബിഷൻ ഇവിടെ വരാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീനെ വെച്ചുകൊണ്ടുള്ള ഒരു ടോപ്പ് ക്ലാസ് ഒരു എക്സിബിഷൻ, അതിനൊക്കെ ഒരു ഹബ്ബാക്കിയിട്ട് ഞങ്ങൾ സൗദി അറേബ്യനെ മാറ്റി, ജദ്ദനെ എസ്പെഷ്യലി. അപ്പം അത്രയും വലിയ പ്ലാനുകളാണ് അതിൻ്റെ ബാക്കിലുള്ളത്. ഈ ജ്വല്ലറി രംഗത്ത് നിങ്ങൾ എക്സിബിഷനൊക്കെ സംഘടിപ്പിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഈ ജ്വല്ലറിയിലെ സാധ്യത കൂടുതലുണ്ടോ? അതൊരു വാക്വം ഇവിടെ കിടന്നിരുന്നു. കാരണം സൗദി അറേബ്യയിൽ ഇപ്പം വളരെ അടുത്ത് ലോകത്തിൽ തന്നെ ഒരുപാട് വലിയ ഗോൾഡ് നിക്ഷേപമുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പം അടുത്താണ് അവർ ഒരു 9 മൈനിങ് കമ്പനികൾക്കുള്ള ലൈസൻസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ശരിക്കും അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു സംഗതിയാണ്. എക്സാക്ട്ലി, അൺടച്ച്ഡ് ഏരിയ ആയിരുന്നു. പിന്നെ വേൾഡിൽ തന്നെ ഗോൾഡ് കൺസപ്ഷനിലും സൗദി അറേബ്യ അത്ര മോശത്തിലല്ലാത്ത നല്ലൊരു പൊസിഷനിലുണ്ട്. അതിനേക്കാളപ്പുറം ഈ സൗദി അറേബ്യയിൽ വരുന്ന ഇപ്പോൾ പറഞ്ഞില്ലേ, ഏകദേശം 128 അല്ലെങ്കിൽ 200 മില്യൻ്റെ അടുത്തുള്ള ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ നടക്കുന്ന ഒരു രാജ്യത്ത് ഇവിടുന്ന് ബൈയിങ് കപ്പാസിറ്റി കൂടുതലാണ്. ഇവിടെ വരുമ്പം ഏതൊരു ഒരു റിലീജിയസ് സംഗതി വരുമ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു ഗോൾഡെങ്കിലും വാങ്ങാത്ത ആൾക്കാർ കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ അതിനെ നമ്മൾ എങ്ങനെ എക്സാക്ട്ലി മക്കത്ത് നിന്ന് ഗോൾഡ് വാങ്ങിയാൽ അല്ലെങ്കിൽ മദീനത്ത് നിന്ന് വാങ്ങിയ ഗോൾഡ് എക്സാക്ട്ലി അതെ അതിനൊരു പ്യൂരിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കോയിനെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ലോക്കറ്റ് കൊണ്ടുപോകാന്നുള്ള ഒരു ചിന്താഗതി ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും സ്വന്തം തന്നെ ഒരു ഓർമ്മ എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പോൾ അതുണ്ട്. അതിനേക്കാളപ്പുറം ഇവിടെ നമ്മൾ ഒരു ഗോൾഡ് സിറ്റി വരാൻ പോകുന്നുണ്ട്, ജദ്ദ ബേസ് ചെയ്തിട്ട്. അതെ, അതിൻ്റെ പ്ലേസ് അലോക്കേഷൻ നടന്നിട്ടില്ല അത്. പക്ഷേ ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ വേൾഡിലെ നമ്പർ 1 ആയിട്ടാണ് വരാൻ പോകുന്നത്, ഏറ്റവും വലിയ സൈസിൽ. അതൊരു 360 ഡിഗ്രി സൊല്യൂഷൻ ആയിരിക്കും. അതിനകത്ത് മൈനിങ് കഴിഞ്ഞിട്ടുള്ള അണ്ടിൽ റീറ്റെയിൽ വരെയുള്ള ടോട്ടൽ സൊല്യൂഷൻ. അതെ. അപ്പോൾ അവിടെ തന്നെ റിഫൈനറിയും, അവിടെ തന്നെ അതിൻ്റെ ഡിസൈനിങ്ങും, അവിടെ തന്നെ അതിൻ്റെ ട്രെയിനിങ്ങും, അല്ലെങ്കിൽ എല്ലാ സംഗതികളും ഒരു കുടക്കീഴിൽ വരുന്ന രീതിയിലുള്ള ഏകദേശം 2000-ഓളം സ്വാഭാവികമായും ഇന്ത്യൻ കമ്പനികൾ ഓൾറെഡി അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് സംഗതികൾ. അപ്പം ഗോൾഡിൽ വന്ന് നമ്മൾ
മാഷാഅല്ലാ നമ്മൾ നല്ല വേൾഡ് ക്ലാസ് 2 എക്സിബിഷനുകൾ 3 എക്സിബിഷനുകൾ ഓൾറെഡി കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അറേബ്യൻ ഹൊറൈസൺ ഈസ് റെപ്രസെൻറ്റിങ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്. ആ രീതിയിൽ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ജെംസ് ആൻഡ് ജ്വല്ലറി പ്രൊമോഷൻ കൗൺസിലിനെ സൗദി അറേബ്യയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറേബ്യൻ ഹൊറൈസൺ ആണ്, നമ്മളെ കമ്പനിയാണ്. നമ്മൾ ഇൻക്ലൂഡിങ് നമ്മളെ ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് വന്നിരുന്നു, അവരുടെ ചെയർമാനും സംഗതികളൊക്കെ വന്നിരുന്നു. ഞങ്ങളൊരു വേൾഡ് ക്ലാസ് ജെം ആൻഡ് ജ്വല്ലറി എക്സിബിഷൻ കഴിഞ്ഞു ഓൾറെഡി, സാജക്സ് 2020. അടുത്ത വർഷം ഒക്ടോബറിൽ 16 നമ്മൾ ഇതേപോലെ അതിൻ്റെ എഡിഷൻ 2 സാജക്സ് 26 വരാൻ പോകുന്നുണ്ട്. അതൊരു ഇന്ത്യൻ എക്സിബിഷനേക്കാൾ അപ്പുറം ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷനായിട്ടാണ് അതിന് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. അത് വേൾഡിലുള്ള വലിയ പ്ലേയേഴ്സ്, ഇപ്പം സിംഗപ്പൂർ ബേസ്ഡ്, ഹോങ്കോങ് ബേസ്ഡ്, ഇറ്റലി, ചൈന, അങ്ങനെ പറയേണ്ട ആവശ്യമില്ലാത്ത എല്ലാ രാജ്യത്തു നിന്നുള്ള എക്സിബിറ്റേഴ്സ് വരെയും അവിടെ എക്സിബിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ സംഗതി. ആ രീതിയിലേക്കാണ് സൗദി അറേബ്യ ഞാൻ പറഞ്ഞില്ല ഒരു ഗോൾഡിൻ്റെ ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ഒരു ലെവലിലേക്ക് മെല്ലെ മെല്ലെ നടക്കുന്നുണ്ട്. അത് ഓരോ വർഷവും അതിൻ്റെ പ്രോഗ്രസ് കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഇത് പ്രത്യേകിച്ച് കൺസൾട്ടൻസി രംഗത്ത് വളരെ സജീവമായിട്ടുള്ള വിവിധ മേഖലകളിലൂടെ ബിസിനസ് സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഷാക്കിർ ഹുസൈൻ ഭായ് ഇത്രയും നേരം ദ മലയാളം ന്യൂസിന് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സമയത്തിന് നന്ദി.